കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വരുന്നു. 2-3 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. ചെറിയൊരു സിക്ക് പോലെ, ഒരു പനിയൊക്കെ പിടിച്ച പോലെ കേട്ടോ. ഇപ്പൊ ഓക്കെ ആയ മെഡിസിനൊക്കെ മേടിച്ചു. അങ്ങനെ പിന്നെ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. ഒരു തരം മൈഗ്രെയിൻ തലവേദന. പനീന്റെ ആണോ എന്നറിയത്തില്ല. വെള്ളം കുടിക്കുന്നൊക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു. കുറേ ജോലികളും കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ വെള്ളം ഭയങ്കര ചൂടാ. വയനാട്ടിൽ പോലും 35 ഒക്കെയാണ് കാണിക്കുന്നത് ചൂടിന്റെ അവസ്ഥ. അപ്പൊ അത്രയൊന്നും ചൂട് വയനാട്ടിൽ വന്നിട്ടേ ഇല്ല. 31, 35 എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതേപോലെ അപ്പൊ അതനുസരിച്ച് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണമായിരുന്നു. അപ്പൊ വെള്ളം കൂടി കുറഞ്ഞുകൊണ്ട് അത് ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക്. പിന്നെ പനി പോലെ തോന്നിയിട്ട് എന്തായാലും മെഡിസിൻ മേടിച്ചതൊക്കെ ഓക്കെ. അതുകൊണ്ട് 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാനും പറ്റിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ജോലികളൊക്കെ കുറച്ച് സ്ലോ ആയി പോയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഓക്കെ ആയി. പൂർവാധിക ശക്തിയായിട്ട് നമുക്ക് വേഗം രാവിലെ തന്നെ കൊറിയർ പാക്ക് ചെയ്ത് വിടണം. കുറെ പാക്ക് ചെയ്ത് വിടാനുള്ള ദിവസം എനിക്ക് സത്യം പറയാൻ കൂട്ടുകാരെ ഭയങ്കര വെപ്രാളമാണ് രാവിലെ മുതൽ. ആ ജോലി ഒന്ന് തീർക്കണം വരെ കേട്ടോ. ഇതിപ്പോ ഞാനൊരു 3-4 ട്രിപ്പ് പാക്ക് ചെയ്ത് സ്റ്റാർട്ടിലേക്ക് മാറ്റി. അപ്പൊ എനിക്ക് സമാധാനമായി. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അത് വെപ്രാളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഇത് ഫൈനലി ആണ്. ഇത്രയും സാധനം കൂടി നമുക്ക് പാക്ക് ചെയ്യാൻ മതി. അപ്പൊ എനിക്ക് കുറച്ച് സമാധാനമായി. അപ്പൊ ഇത് നമുക്ക് ഇനി സ്വസ്ഥമായിട്ട് പാക്ക് ചെയ്തിട്ട് സമയമുണ്ട് വേഗം എന്നിട്ട് കൊടുത്തു വിടാം. എന്നിട്ട് നമുക്ക് ഇന്ന് കുറേ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ എനിക്കുന്നുണ്ട് കേട്ടോ. കുറേ ഡ്രസ്സ്, കുറേ നാളുകളായിട്ട് മേടിച്ച് വെച്ചേക്കുന്ന കുറേ ഡ്രസ്സുകൾ, സാരികളും ബാക്കിയുള്ളതൊക്കെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഒന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് പാക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇച്ചിരി നമുക്ക് പരസ്പരം സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് എഴുതി ഇടണം കേട്ടോ. ഒരു കാര്യം കൂടി, സഹിക്കണം, കുറെയൊക്കെ ക്ഷമിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, സ്ത്രീയാണ്, കുറെയൊക്കെ സഹിക്കാം, ക്ഷമിക്കാം, ഒക്കെ അങ്ങനെയാണ്. എന്നാലും വൈകാരികമായ ഒരു പ്രതിരോധ ശേഷി, പ്രതികരണ ശേഷി നമുക്ക് എന്തായാലും വേണം. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. ഭൂമിയോട് ക്ഷമിക്കുക, അത് ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ വൈകാരികമായിട്ട് തന്നെ പ്രതിരോധിക്കണം, പ്രതികരിക്കണം. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല വാല്യൂ ഉള്ള ഒരു സ്ത്രീ ആവണമെങ്കിൽ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ശക്തമായ ആത്മാഭിമാനമായിരിക്കും. അഭിമാനം മുറിച്ചിട്ട് അല്ലെങ്കിൽ അഭിമാനത്തിന് വില പറഞ്ഞിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ശക്തമായ ഒരു ആത്മാഭിമാനം വേണം. ഇവര് 2 പാന്റീസ് ആണ് മേടിച്ചേക്കണേ. ഇതിപ്പോ 95 സെന്റിമീറ്ററിന്റെ ആണ്. അപ്പൊ നമുക്ക് 85 ഉണ്ട്, 90, 95, 100 വരെ ഉള്ളതുണ്ട്. സാരിയൊക്കെ ഉടുമ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ്. സാരിയൊക്കെ ഉടുക്കുമ്പോൾ നമുക്ക് സൈഡിൽ എന്തായാലും കുറച്ച് വയറ് കാണുമല്ലോ. അപ്പം അന്നേരം നമ്മൾ ഇങ്ങനത്തെ പാന്റീസ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വയറ് ഒതുങ്ങും. എന്നിട്ട് നമ്മൾ സാരി കൊടുത്താൽ അടിപൊളിയായിരിക്കും. നമുക്ക് സാരി കൊടുത്തിട്ട് വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. അത് ഏകദേശം ഞങ്ങൾ ഒരേ കാലത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പൊ അവള് വെക്കേഷനൊക്കെ പോയിട്ട് ചില സമയത്തൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരിക്കലും അവള് പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവള് ഇങ്ങനെ പറയാ, എത്ര വർഷമായില്ലേ ബിന്ദു നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എന്നാലും ഇങ്ങനെ വെക്കേഷനൊക്കെ പോയി മിറ്റത്തോടെയൊക്കെ നടക്കുമ്പോൾ വീടും കാറും ഒക്കെ കാണുമ്പോൾ എല്ലാം കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു അഭിമാനം. കുറെ വർഷങ്ങൾ നമ്മുടെ പോയാലും കുറെ കഷ്ടപ്പെട്ടാലും ഇതൊക്കെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയല്ലോ എന്ന് തോന്നുമ്പോൾ ഒരു ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഒരിക്കൽ പറഞ്ഞാണ് കേട്ടോ. സത്യമാണ്, അന്നൊന്നും എനിക്കത് അത്ര ഒരു പോയിന്റ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കുറെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ സ്വസ്ഥമായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ശരിയാണ്, നമ്മളിങ്ങനെ മിറ്റത്തോടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കുമ്പോൾ എല്ലാം ചുറ്റും കണ്ണുപിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശക്തമായ ഒരു അഭിമാനം തോന്നുന്നുണ്ട്, ഒരു ആത്മാഭിമാനം തോന്നുന്നുണ്ട്. കുറെ വർഷങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടു, ജോലി ചെയ്തു, ഒക്കെ ആണ്, സമ്മതിച്ചു. നമ്മുടെ കുറെ സമയവും കാര്യങ്ങളും ഒക്കെ പോയി, ഒറ്റപ്പെട്ടു ഒക്കെ പോയി. എന്നാലും ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ കഠിനമായി ജോലി ചെയ്തിട്ടല്ലേ അഭിമാനത്തോടെ നമുക്കപ്പൊ ഇതിൽ നടക്കാൻ എടുക്കാം അല്ലെ. നമ്മൾ ജോലി ചെയ്തുണ്ടാക്കിയ ഒരു വസ്തു കാണുമ്പോൾ ഒരു ഭയങ്കര ആത്മാഭിമാനമാണ്. അത് എല്ലാ കാര്യത്തിലും ഈ ഒരു ആത്മാഭിമാനം നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും, വാക്കിലും, നമ്മുടെ അന്തസ്സിലും, നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ ആറ്റിറ്റ്യൂഡിലും, മറ്റുള്ളവരോടുള്ള ഒരു നീതിബോധത്തിലും ഒക്കെ നമ്മൾ ഈ ഒരു അന്തസ്സും ആത്മാഭിമാനം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇല്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യമല്ലേ. ഒരു കാര്യം നമ്മൾ ചുമ്മാ അങ്ങ് എന്താ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും അങ്ങനെ ആ ഒരു രീതിയിൽ ജീവിച്ച് മരിച്ചു പോയിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ ജീവിക്കുമ്പോൾ നല്ല അന്തസ്സായിട്ട് അഭിമാനത്തോടെ നല്ല ഒരു എന്താ പറയാ, ഒരു ഹൈ വാല്യൂ ഉള്ള ഒരു വുമൺ ആയിട്ട് നമ്മൾ വളർന്ന് ജീവിച്ച് മരിച്ച് അങ്ങനെ പോകണം അല്ലെ. അതാണ് ഒരു അന്തസ് അല്ലെ. അപ്പം നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടാവും ഹൈ വാല്യൂ ഉള്ള സ്ത്രീകളെ. അപ്പൊ നമുക്കും അതുപോലെ ഒരു ഹൈ വാല്യൂ ഉള്ള സ്ത്രീ ആവാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ചുറ്റും ഇത്തരത്തില് ഹൈ വാല്യൂ ഉള്ള ജീവിതത്തോടും അതുപോലെ അവരുടെ സ്വന്തം ഒരു ആറ്റിറ്റ്യൂഡും ഹൈ വാല്യൂ ആയിട്ടുള്ള ഒത്തിരി സ്ത്രീകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. പ്ലസ് നിങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് എനിക്കറിയാം ഇങ്ങനെ ഒരു സ്ത്രീയെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരാണോ നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന അവരുടെ പേരും കൂടി എഴുതിയേക്കും കേട്ടോ. അവരൊക്കെ ഈ കമന്റ്സ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ അപ്പൊ നമുക്ക് നോക്കാം എന്താ ഒരു ഹൈ വാല്യൂ ഉള്ള ഒരു വുമൺ ആവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈകാരികമായ ഒരു പ്രതിരോധ ശേഷി നമുക്ക് വേണമെന്നുള്ളതാണ്. അതായത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെ, സമ്മർദ്ദങ്ങളെ നേരിടുമ്പോൾ പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശക്തമായ ആത്മാഭിമാനത്തിന് ഉടമകളായിരിക്കും ഹൈ വാല്യൂ ഉള്ള ഒരു സ്ത്രീ. വ്യക്തിപരമായ അതിരുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഹൈ വാല്യൂ ഉള്ള ഒരു സ്ത്രീ ആവാനുള്ള മൂന്നാമത്തെ കാര്യം.
നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വതന്ത്ര മനോഭാവം നമ്മളിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിന്താപൂർവമായ ആശയവിനിമയം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായ സ്വയം മെച്ചപ്പെടുത്തലാണ്. നമ്മൾ ചിലപ്പോൾ കുറെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും നമ്മൾ, പക്ഷേ സ്ഥിരമായ ഒരു സ്വയം മെച്ചപ്പെടുത്തൽ നമ്മളിൽ നടക്കണം. ബൗദ്ധികമായ ഒരു ജിജ്ഞാസ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളൊരു ഹൈ വാല്യൂ ഉള്ള ഒരു വുമൺ ആയിട്ട് മാറണമെങ്കിൽ സമഗ്രതയും സത്യസന്ധതയും ഉള്ളവരായിരിക്കണം നമ്മൾ എപ്പോഴും. അത് ഒരു ഹൈ വാല്യൂ ഉള്ള ഒരു സ്ത്രീയുടെ ലക്ഷണമാണ്. ലക്ഷ്യബോധമുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്ക്. എങ്ങനെയോ അങ്ങ് ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ളതായിരിക്കരുത്. നമ്മുടെ മുമ്പിൽ നമുക്ക് വലിയ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ആന്തരികമായ ഒരു സമാധാന സംതൃപ്തിയാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ വളരണം, എല്ലാ തരത്തിലും വളരണം. വളരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ഒരു മെന്റാലിറ്റിയും ഒരു നന്മയും അല്ലെങ്കിൽ നമുക്ക് ഒരു സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ നമ്മൾ താന്ന് പോവല്ല വേണ്ട, ലോ ക്ലാസ് ആയിട്ട് പോവല്ല വേണ്ട. നമ്മളെപ്പോഴും ഉയർന്ന ചിന്താഗതി ഉള്ളവരോടെ നമ്മൾ കൂട്ടുകൂടാവുള്ളൂ. ഉയർന്ന ചിന്താഗതി ഉള്ളവരോടുമായിട്ട് മാത്രം നമ്മൾ സഹവസിക്കാവുള്ളൂ. കാരണം പിന്നെ ഒത്തിരി ബാധിക്കും നമ്മളെ. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഫ്രണ്ട്സ് ഇപ്പം ഭയങ്കര ലോ ക്ലാസ് ചിന്താഗതി ലോ ക്ലാസ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളേത് ബാധിക്കും, ഉറപ്പായിട്ടും നമ്മളേത് ബാധിക്കും. കുറെ കഴിയുമ്പോൾ നമുക്കും എന്ത് തെറ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഇത്രയ്ക്കല്ലേ ഉള്ളൂ അങ്ങനെ ഒരു ചിന്താഗതി വരും അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷെ നമ്മളെക്കാളും ഇച്ചിരിയോട് ഉയർന്നവരെ നമ്മളെക്കാളും എല്ലാം കൊണ്ടും അങ്ങനെയുള്ളവരോടാ ഒരു ഭൗതികമായിട്ടും പിന്നെ എന്താ പറയാ എല്ലാം കൊണ്ടും. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലായിരിക്കും. ഓക്കെ, അവരെ പോലെ ഇച്ചിരിയോട് നല്ലവരാവണം, അല്ലെങ്കിൽ കണ്ടോ അവർ ഓരോരോ സാധനങ്ങൾ മേടിക്കുന്ന കണ്ടോ, അപ്പൊ നമുക്കും അതുപോലെ ജോലി ചെയ്ത് അധ്വാനിച്ചിട്ടാണെങ്കിൽ നമുക്കും അതുപോലെയുള്ള സാധനങ്ങൾ മേടിക്കണം. അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് നമ്മളെക്കാളും കുറച്ചും കൂടി മുന്നോട്ട് ചിന്തിക്കുന്ന നല്ലവരെ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലായിരിക്കും. ഓക്കെ, നമുക്കും അതുപോലെ വളരണം, നമുക്കും അതുപോലെ ജീവിക്കണം അങ്ങനെയുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ എല്ലാ തരത്തിലും വളരാൻ വേണ്ടി ശ്രമിക്കണം. അത് ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാത്തിലും. അപ്പൊ നമ്മൾ കൂട്ടുകൂടേണ്ടവരും അങ്ങനെയുള്ളവരോട് മാത്രമായിരിക്കണം. അല്ലാതെ എന്ത് തെണ്ടിത്തരവും ചെയ്യും, എന്ത് ചെറ്റത്തരവും ചെയ്യും, ലോ ക്ലാസ് ചിന്താഗതി പ്രവൃത്തി ഒന്ന് വാക്കൊന്ന് അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവര് എത്രയൊക്കെ ആണെങ്കിലും ഈവൻ നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും അങ്ങ് പതുക്കെ അകന്നേക്കുക. വഴക്കിനും ബഹളത്തിനൊന്നും പോണ്ട, പക്ഷെ ന്യൂട്രലായിട്ട് അങ്ങ് മാറിയേക്കുക. ഒത്തിരി സഹവാസം ഇല്ലാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടാൻ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും നമ്മൾ നല്ലവരാവുള്ളൂ. ആടിയാട്ടോ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, അനുവാദം ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയാം. സത്യം പറയാലോ, ഒരു ചില ദിവസമൊക്കെ 2 മണിക്കൂറൊക്കെ സംസാരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടമോ വിഷമങ്ങളോ ഒക്കെ ഉള്ളപ്പം അങ്ങനെ. അപ്പൊ കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഇതാ നമുക്ക് തോന്നിയെന്നറിയോ, മീൻസ് എന്തൊരു തോട്ട്സ് എവിടെയെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമുക്കും ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ കൂടി കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉണർവാ അത് കിട്ടുന്നത്. മേ ബി എന്നെക്കാളും ഇളയതാന്ന് തോന്നുന്നു ഇവര്, എന്നെക്കാളും ഇളയതാ, പക്ഷെ അവരുടെ ചിന്താഗതി അപ്പൊ നമുക്കും തോന്നും, അയ്യോ എന്നാ നല്ല ചിന്ത, എന്നാ ക്ലിയർ കട്ട് തോട്ട്സാ. അപ്പൊ ഞാൻ എന്റെ ഇതൊന്നും ചിന്തിച്ചില്ല, ഞാൻ എന്റെ ഇതൊന്നും നോട്ട് ചെയ്തില്ല, ഇങ്ങനത്തെ പോയിന്റുകൾ ഞാൻ എന്റെ ഒബ്സർവ് ചെയ്തില്ല, ഇങ്ങനെയായിരിക്കും എനിക്ക്. അപ്പൊ ഞാൻ പിന്നെയുള്ള കുറെ മണിക്കൂറുകൾ ഞാൻ ചിന്തിക്കുന്ന എന്തായിരിക്കും, ഇവര് പറഞ്ഞ കാര്യത്തെ കുറിച്ചായിരിക്കും. ശരിയാണല്ലോ ഇങ്ങനെ ഓരോ പോയിന്റുകൾ നമ്മുടെ അനുഭവങ്ങളും ജീവിതങ്ങളും ഒക്കെ വെച്ച് വരുമ്പോ ഞാൻ അവരുടെ ചില വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ ചേർക്കാവേ നോക്കിയിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കോഴി കുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ അവനിട്ടൊരു പണി കൊടുക്കണം അവൾക്കൊട്ടൊരു പണി കൊടുക്കണം അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കും നമ്മൾ. പക്ഷെ നമ്മുടെ ചിന്തകൾ പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഇത്തരത്തിൽ നല്ല ഫ്രണ്ട്സാണ് നമുക്കുള്ളെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നല്ല തരം വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത്, നല്ല ഇങ്ങനത്തെ ആണെങ്കിൽ നമ്മുടെ ചിന്തകൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇവരുടെ ഒരു ചിന്താഗതിയും തോട്ട്സ് ഒക്കെ കണ്ടോ. എനിക്ക് എന്തൊരു അഭിമാനമാണെന്നറിയോ, ഇതുപോലെ നല്ല ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ടെന്നുള്ളത്. എനിക്ക് സ്വയമായിട്ട് വളരാൻ എന്തോരം അത് ഉപകാരമാകുന്നുണ്ടെന്നറിയോ. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ വാല്യൂ കൊടുക്കുന്ന സംഗതികളാണ് ഇങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പുകള്, നല്ല ഉയർന്ന ചിന്താഗതി ഉള്ളവര്, പിന്നെ നന്മയുള്ളവര്. അത് അങ്ങനെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവര് ഈ അഭിനയമാണോ അതെയോ ഒറിജിനാലിറ്റി ആണോ. നമുക്ക് എന്തായാലും കുറച്ചാൾ കഴിയുമ്പോൾ ഈ ഒരു പക്കാ നാർസിസ്റ്റിനെ കുറെ കാലം ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ലോങ് ടൈം പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവര് ഏത് ടൈപ്പ് മനുഷ്യരാന്നുള്ളത്. അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെ ഒത്തിരി നല്ല മനുഷ്യരെ കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് അവരുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര അന്തസ്സും അഭിമാനമാണ്. അത് എന്നെ സ്വയം മെച്ചപ്പെടുത്താൻ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇത് കുറച്ച് ഡൗൺ ആയി പോയാൽ തന്നെ
നമ്മൾ ശരിയായ ഒരു പാതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ചില മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ അപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എന്റെ അഞ്ചുകുട്ടിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അഞ്ചു എന്റെ ഫ്രണ്ട് നല്ല എനിക്ക് പറയാൻ പറ്റുന്നത്. ഞങ്ങള് ഒരമ്മയുടെ വയറ്റിൽ പിറന്ന ഇരട്ടകളാണ്. അങ്ങനെ അത്രയും എനിക്ക് ഡീപ്പ് കണക്ഷൻ ആണ് നമ്മുടെ അഞ്ജുവിനോടുള്ളത് കേട്ടോ. ഞങ്ങള് ഒരു ദിവസം സംസാരിക്കാത്ത കാര്യങ്ങളില്ല. ഈവൻ കുക്കിംഗ് മുതല് വിളിച്ച് സംസാരിക്കാറില്ല കേട്ടോ. വോയിസ് അധികം വിളിക്കുന്നത് നമ്മൾ അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ വിളിക്കുള്ളൂ. രണ്ടുപേരും രണ്ട് തരത്തിൽ ബിസി ആയിരിക്കും. എന്നാലും എനിക്ക് എന്താ പറയാ, എനിക്ക് ഇത്രയും മനസ്സിനോട് ചേർന്ന് എന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഇത്രയും എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അശ്വിനോ എന്റെ അമ്മയോ പോലും എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത്രയും ഡീപ്പായിട്ട് അവൾക്ക് എന്നെ അറിയാം. അപ്പൊ എന്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് അവൾക്ക് അറിയാം. ഞാൻ മൂഡ് ഓഫ് ആണോ സന്തോഷമാണോ എന്റെ മെന്റാലിറ്റി എന്താ, അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ഒരാളുടെ മെന്റാലിറ്റി അവരെ എന്താണ് ചിന്തിക്കുന്നതെന്ന് വരെ നമുക്ക് ഒരു തരം എന്താ പറയാ ഇതായിട്ട് നമുക്ക് തോന്നുന്നു. എന്താ ഈ ടെലിപ്പതി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയൊരു ഡീപ്പ് കണക്ഷൻ നമുക്ക് വേറെ ഒരാളോടുണ്ടെങ്കിൽ അത് പക്ഷെ ഭയങ്കര എന്താ ഭംഗിയുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മുടെ നല്ല നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്ഷിപ്പുകൾ അത് ഭയങ്കര വർത്താണ് കേട്ടോ. അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്വാളിറ്റി ഉള്ളവരോട് കൂട്ടുകൂടണം, ക്വാളിറ്റി ഉള്ള തോട്ട്സിലേക്ക് പോകണം. അതാണ് നമ്മൾ ഹൈ വാല്യൂ ഉള്ള ഒരു സ്ത്രീ ആവാൻ ഏറ്റവും ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പുകൾ. വെറും അലവലാദികളും കൂറകളും കൂറ ചിന്താഗതിയും എപ്പോഴും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഈ തെറ്റിലേക്ക് നയിക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലോ നിങ്ങളുടെ ബന്ധുക്കളുടെ ലിസ്റ്റിലോ ഉണ്ടെങ്കിൽ ബെറ്റർ കട്ട് ചെയ്യുന്നതാണ്. വഴക്കൂടാനും വെള്ളം വെക്കാനും ഒന്നും പോണ്ട. സൈലന്റ് ആയിട്ട് ആ ഭാഗത്ത് നിന്ന് റിമൂവ് ആയേക്കുക നമ്മള്. എന്നിട്ട് നമ്മൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടത് എന്താണോ ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുക, നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ തുടങ്ങുക, പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുക, പഠിക്കുക, പിന്നെ വർക്ക് ചെയ്യുക. എന്തൊക്കെയാണെങ്കിലും നിങ്ങളിപ്പം കുറെ പേര് മടി പിടിച്ചിരിക്കുന്നവരുണ്ടാവും. ഇപ്പൊ എനിക്ക് നോക്കുന്നത് എനിക്ക് 48-49 വയസ്സ്, 77 ഞാൻ ജനിച്ചത്. ആർക്കൊക്കെ കുറെ ഡൗട്ട് ഉണ്ട്. ഞാൻ 77 ഏപ്രിൽ 11 ജനിച്ചത്. അപ്പൊ ഇപ്പൊ എത്ര 48 കഴിഞ്ഞില്ലേ, 49 ഇപ്പൊ സ്റ്റാർട്ടിങ് അങ്ങനെ. അപ്പൊ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ പുറമെ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മൾ വീട്ടിലെന്തെങ്കിലും തുടങ്ങാം. ഇപ്പൊ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ത് വേണേ നമുക്ക് തുടങ്ങാം. ഡ്രസ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്യൂട്ടി പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ പിന്നെ മസാലകളോ അച്ചാറുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു പരിപാടി. എന്റെ അടുത്ത് എത്ര പേരാ പ്രോഡക്റ്റ് മേടിച്ചിട്ട് റീസെയിൽ ചെയ്യുന്നതെന്നറിയോ? 10 പ്രോഡക്റ്റ് വെച്ച് അവർ മേടിക്കുന്നത്. എന്നിട്ട് ചുറ്റുവട്ടത്തുള്ളവരോട് ചോദിച്ച് ആദ്യം കൊടുക്കും. അത് കഴിയുമ്പോൾ എല്ലാവരും വാട്സപ്പിൽ ആഡ് ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉള്ളതിൽ പോയി ജോയിൻ ചെയ്യും. എന്നിട്ട് ചോദിക്കും. അങ്ങനെ ഓരോരോ ഇതായിട്ട് ഇപ്പൊ 10 പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരാൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്കൊരു 1000 രൂപ അതിൽ ലാഭം കിട്ടി അത്രയായില്ലേ? പല പല പ്രോഡക്റ്റുകൾ മേടിച്ചിട്ട് നമുക്ക് വിൽക്കുമ്പോൾ. അപ്പൊ നമുക്കൊരു ഡ്രസ്സ് സ്വന്തമായിട്ട് മേടിക്കണോ? നമുക്ക് അപ്പം ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് മേടിക്കാലോ. ഒരു ക്യൂടെക്സോ കൺമഷിയോ എന്തെങ്കിലും ഒരു ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഒക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ ഉള്ളത് എത്ര നല്ല കാര്യം. അങ്ങനെ പിന്നെ കൂട്ടി കൊണ്ടുവരിക. ഓരോ കുഞ്ഞു പരിപാടികൾ തുടങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു പരിപാടികൾ വെറുതെ ഇരുന്ന് സമയം കളയുന്നവര് പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ടക്ക് വീഡിയോ ചെയ്യുന്നവരെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ബ്രാൻഡ് ചാനൽ അങ്ങനെ എന്തോ ആയിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ എനിക്കെല്ലാം തുടങ്ങി തന്ന അശ്വിൻ, അതുകൊണ്ട് അവന് അതിന്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. ബ്രാൻഡ് ആയിട്ടൊക്കെ തുടങ്ങണം നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ. എന്നിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങുക. ചെറുതായിട്ട് ഇപ്പൊ നമുക്ക് മുഖമൊന്നും കാണിച്ച് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ആദ്യം ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ചിലപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല. വേണ്ട, നമുക്ക് പ്രൊഡക്റ്റുകൾ മാത്രം കാണിച്ച് അല്ലെങ്കിൽ എന്റെ പ്രകൃതി കാണിച്ചോ കൈയൊക്കെ മാത്രം നമ്മൾ ഒരു പ്രോഡക്റ്റ് കാണിച്ച് നമ്പർ എഴുതി കൊടുത്തേക്കുക. വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ DTDC കൊറിയർ വഴി അയക്കുക. ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വയർ എന്തോരം ഒതുങ്ങുന്നു എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണുമല്ലോ. അപ്പം അന്നേരം നമ്മൾ ഇങ്ങനത്തെ പാൻറ്റീസ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വയർ ഒതുങ്ങും. എന്നിട്ട് നമ്മൾ സാരി കൊടുത്താൽ അടിപൊളിയായിരിക്കും. നമുക്ക് സാരി കൊടുത്തിട്ട് വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. ഇതുപോലെ ഇഷ്ടം പോലെ മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇനി വിടണ്ട. കാരണം നമുക്കറിയാം ഒരു വ്യക്തി എന്താ ഏതാന്നുള്ളത്. നമുക്ക് കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവും. എന്താ ഒരു പഴഞ്ചൊല്ല് പറയുന്ന കേൾക്കാൻ മേലെ, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്ന കേൾക്കാൻ മേലെ. അപ്പൊ ചിലപ്പോൾ ഒരു അമ്മേനേക്കാളും അപ്പനേക്കാളും ഒരു ഭർത്താവിനെ കൂടുതലായിട്ട് മനസ്സിലാവുന്ന ഒരു ഭാര്യയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭാര്യയെ കൂടുതലായിട്ട് മനസ്സിലാവുന്ന ഒരു ഭർത്താവിനായിരിക്കും. കൂടെ കിടക്കുന്നവർക്ക് കുറെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും, ഒരാളുടെ നേച്ചറും ബിഹേവിയറും ഒക്കെ. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയാലും ചില
ചിലവർ കുറെ കാലം കൂടി പോട്ടെ ക്ഷമിക്കും, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. എന്നാലും നമ്മൾ വേറൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, ജാതിയാലുള്ളത് തൂത്താ പോകത്തില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനത്തെ സ്വഭാവം ഒന്നും നമുക്ക് ഒരു വ്യക്തിയുടെ മാറ്റാനേ പറ്റത്തില്ല. മരണം വരെ അവർ ഈ ഒരു സ്വഭാവം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ നാർസിസം എന്ന് പറയുന്നത്, ഈ നാർസിസ്റ്റുകളുടെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാ ക്രൂരതയും ചെയ്യും. എന്നിട്ട് റിയാക്റ്റീവ് അബ്യൂസ് അത് കണ്ടുപിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഈ ഇരയുടെ മുകളിലേക്ക് വെക്കും. ഇവരങ്ങനെയാ, ഇവളങ്ങനെയാ, ഇവളിങ്ങനെയാ, ഇവള് ഇതാണ്, ഇവള് ക്രൂരയാണ്, ഇവളിങ്ങനെയാണ്, അതാണ്, എനിക്ക് ഫ്രീഡം തന്നിട്ടില്ല, സ്വാതന്ത്ര്യം തന്നിട്ടില്ല, ഇങ്ങനെ കുറെ പറയാനുണ്ടാവും. ഏത് ഭാര്യയാണെങ്കിലും കുറെ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, കുറെ വഴക്കൂടിയിട്ടുണ്ടാവും, കുറെ പിന്നെ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം പ്രൂഫ് ആക്കി വെച്ചിട്ടാണ് ഇവര് പറയുന്നത് ഇവളിങ്ങനെയാണ്, ഇവളിങ്ങനെയാണ്. എപ്പോഴും ഒരു നാർസിസ്റ്റ് പിടിച്ചു നിൽക്കാൻ വേണ്ടി മരണം വരെ കിടന്ന് പൊരുതും. പക്ഷെ അവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഈ സെക്സ് അഡിക്ഷൻ എന്ന് പറയുന്നത്, നാർസിസം എന്നൊക്കെ പറയുന്നത് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ അവർക്ക് ഭാഗം ശ്രദ്ധിക്കാതെ നമ്മൾ എപ്പോഴും ഒരു ഹൈ വാല്യൂകൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറയും, ഞാനിപ്പോ ഒരു വൈഫ് മൊബൈലിലേക്ക് മെസ്സേജ് വിടുവാണ്, നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നിങ്ങൾ ഭയങ്കര ഹാൻഡ്സം ആണ്, നിങ്ങളുടെ കുറച്ച് ന്യൂഡ് പിക്ചർ എനിക്ക് തരാമോ, നിങ്ങൾ കുളിക്കുമ്പോഴുള്ള കുറച്ച് പിക്ചർ, അല്ലെങ്കിൽ നിങ്ങൾ മുള്ളുമ്പോഴോ അപ്പിടുമ്പോഴോ ഒക്കെയുള്ള കുറച്ച് പിക്ചർ എനിക്ക് അയക്കാവോ? എന്തൊരു ലോ ക്ലാസ് ആയി പോകും ഞാനല്ലേ. അപ്പൊ നമുക്കൊരിക്കലും നമ്മുടെ ബ്ലഡിൽ അങ്ങനെ ഒരു സ്വഭാവം ഇല്ല, നമുക്കൊരിക്കലും അത് പറ്റത്തില്ല. ഞാനൊരു മകനെ വളർത്തുന്നുണ്ട്, എനിക്ക് 100% എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും. നാളെ അവൻ ഒരാളോട് ഇങ്ങനത്തെ ബാഡായിട്ട് ബിഹേവ് ചെയ്യില്ല. നിങ്ങളുടെ മക്കളെ ആമ്പിള്ളേരെ വളർത്തുന്നുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും മക്കൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുമോ? എന്തൊരു അന്തസ് കുറവാ, എന്തൊരു അഭിമാനക്കുറവാ. നാളെ എല്ലാ സത്യങ്ങളും ഒരിക്കലും മൂടി വെക്കാൻ പറ്റത്തില്ല, എല്ലാം പുറത്തിയാടും. ഒരു ദിവസം ഇല്ലെങ്കിൽ വേറൊരു ദിവസം ഇങ്ങനെ സത്യം കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അതിന് പറ്റത്തില്ല, ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം അത് പൊട്ടിച്ച് ഇങ്ങനെ മറന്നേക്ക് പുറത്തു വരും. അങ്ങനെയാണ് നമ്മുടെ ബൈബിളിലും എല്ലായിടത്തും നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഒക്കെ അത് പറയുന്നുണ്ട്. സത്യത്തെ മൂടി വെക്കാൻ പറ്റത്തില്ല, സത്യം പുറത്ത് ചാടും എന്നാണെങ്കിൽ എത്ര മറച്ചു വെച്ചാലും. അപ്പൊ നമ്മളുടെ ഒരു രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന സ്വഭാവം നമ്മൾ ആണെങ്കിലും കാണിക്കും. അത് കാണിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഹൈ വാല്യൂ ഉള്ള ഒരു സ്ത്രീയായിട്ട് ജീവിച്ചു മരിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല പുരുഷനായിട്ട് ജീവിച്ചു മരിക്കുക എന്നുള്ളത്. അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊരു മകനെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു മകളെ വളർത്തുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ആമ്പിള്ളേര് വളർത്തുന്ന അമ്മമാര് കുറെ കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുത്ത് എന്താണ് ശരി, എന്താണ് തെറ്റ്, അങ്ങനെ. പിന്നെ അവരുടെ ചുറ്റുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ഒക്കെ അപ്പുറം ജീൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ജാതിയാലുള്ളത് തൂത്താ പോയില്ല. ജാതി മതമൊന്നും പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുക, ജാതിയാലുള്ളത് തൂത്താ പോയില്ല എന്നൊരു പഴമൊഴിയില്ലേ. ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവങ്ങളൊന്നും ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ചീഞ്ഞവരെപ്പോഴും ആ ചീഞ്ഞ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ ന്യൂഡ് ഫോട്ടോസ് ചോദിക്കുക, മേടിക്കുക, അത് കണ്ട് എൻജോയ് ചെയ്യുക, അവരെ കുറെ സോപ്പടിക്കുക, വിളിക്കുക, പിന്നെ കുറെ സെക്സ് ചാറ്റ്, ടോക്ക്, പിന്നെ കുറെ മോളെ വിളി. ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളൊരു അന്തസ്സ് അഭിമാനത്തോടെ ജീവിച്ച് മരിച്ചങ്ങ് തീരുക എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. പിന്നെ ഞാനുണ്ട്, ഇങ്ങനെയുള്ളവർക്ക് അന്തസ് ഉള്ളവർക്കല്ലേ അത് പോയ ഒരു വിഷമമുള്ളൂ. ഇല്ലാത്തവർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവരുടെ ഉള്ളിൽ ഭയങ്കര പ്രയാസം ഉണ്ടാകും. നാർസിസ്റ്റുകളെല്ലാം അങ്ങനെ പുറമെ കാണിക്കുന്ന, ഉള്ളിൽ അവർ കരയുമായിരിക്കും, വിങ്ങുമായിരിക്കും. അയ്യോ, ഇനി എനിക്ക് വാലിഡേഷൻ എവിടുന്ന് കിട്ടും, ഇനി എനിക്ക് എവിടെ പൊങ്ങച്ചം പറയാൻ പറ്റും, ഇനി എന്നെ ആരെങ്കിലും സംശയിക്കും, ആരെങ്കിലും എന്നെ ഇതാക്കും, അങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും ഇവര് മനസ്സിൽ. പക്ഷെ പുറമെ ഇവര് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ ഡബിൾ ഓക്കെയാണ്, ചിരിച്ച് മയങ്ങി ഇങ്ങനെ നടക്കോ, ഞാൻ വലിയ സംഭവം എന്ന് പറഞ്ഞ. പക്ഷെ ഉള്ളിൽ ഇവർക്ക് ഒരു സെൽഫ് വർത്ത് ഇല്ല. എപ്പോഴും ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മയും വിങ്ങലും അസൂയയും എല്ലായിരിക്കും എല്ലാവരോടും. അപ്പൊ ഇതിന് വിങ്ങി ഇവര് ജീവിക്കുന്നേ. പക്ഷെ ഇവര് പുറമെ കാണിക്കുന്ന വേറൊരു വ്യക്തിത്വമായിരിക്കും. ഒരു ഡബിൾ വ്യക്തിത്വമാണ് ഇവർക്ക് എപ്പോഴും ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകെട്ടുകളൊന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നിവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ നേരെ എനിക്ക്, അല്ലെങ്കിൽ സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹായ് വിട്ടോളൂ, നമുക്ക് അവിടെ കാണാം. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്.